അഭിഷേക് ബാനർജി ഏകപക്ഷീയമായി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നത് മാത്രമല്ല, ഋതബ്രത ബാനർജി അവതരിപ്പിച്ച് മുന്നോട്ട് വെച്ച് ചർച്ചയ്ക്കെടുത്ത് ആ പാർട്ടിക്കുള്ളിൽ വളർത്തിയെടുത്ത പ്രശ്നം എന്താണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഴയ CPIM വേരുകളിലേക്ക് നമുക്ക് വീണ്ടും കൗതുകത്തോടെ നോക്കാൻ തോന്നുക. വേറൊന്നുമല്ല, ഈ പാർട്ടി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പഠനം നടത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇത് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് ഒന്ന്. അത് ഈ പറയുന്ന നമ്മളുടെ ഈ പ്രശാന്ത് കിഷോറിൻ്റെ സംഘടനയുണ്ടല്ലോ, IPAC എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയല്ല, ആ ഏജൻസി IPAC എന്ന് പറയുന്ന ഏജൻസി, കാരണം അതിൻ്റെ പേര് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും സംഘടനയാണെന്ന് തോന്നിപ്പോവും. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള പേര്, കാരണം അതെന്തോ ഒരു സംഘടനയാണെന്ന് കരുതിപ്പോവും. എന്തായാലും ആ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് അവർ വഴിയാണ് മുഴുവൻ ഓപ്പറേഷനും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, 2021 അതെ, 2021 വലിയ വിജയത്തിൻ്റെ പ്രധാന കാരണക്കാർ IPAC ആണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും അതോടെ അഭിഷേക് ബാനർജിയാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാറ്റി തീർക്കാം എന്നുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനം പിഴച്ചു എന്നിപ്പോൾ പറയുകയാണ്. അതായത് 2021 വിജയത്തിന് കാരണമായ സംഗതികളൊക്കെ 2026 നേരെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് സൂക്ഷ്മമായ വിശകലനം നടത്തേണ്ടതില്ലേന്ന് 74 പുതുമുഖങ്ങളെ നിർത്തി തൃണമൂൽ കോൺഗ്രസ്. പ്രധാനപ്പെട്ട പഴയ പല നേതാക്കന്മാരെയും മാറ്റി നിർത്തിയിട്ടാണ് ഈ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചതിൽ 51 പേരും തോറ്റുപോയി. ഈ 74 പേരെയും കണ്ടെത്തിയത് ഏകപക്ഷീയമായി അഭിഷേക് ബാനർജിയാണ്. അത് ഈ IPACയുടെ സഹായത്തോടെയാണ്, അവരുടെ ഈ പരിശോധനയിലൂടെയാണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടെത്തിയത്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ആ കാലത്തൊന്നും ഇവർക്കാർക്കും, ഈ മുതിർന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ പരിചയസമ്പന്നരായ പ്രാദേശിക നേതാക്കൾക്ക്, താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് ഒന്നും ഒരു തരത്തിലും ഇടപെടാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഒരുക്കിയില്ല. അവരുടെ മണ്ഡലം തലത്തിലുള്ള അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരെ ഒന്നും മുഖവിലക്കെടുക്കാതെ ഏകപക്ഷീയമായി ഒരു കോർപ്പറേറ്റ് സ്വഭാവത്തോടെ മുന്നോട്ട് പോയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടില്ലേ, അഭിഷേക് ബാനർജിയെ തല്ലിയത് BJPക്കാരാണെന്നാണ് നമ്മളടക്കം എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് അഭിഷേക് ബാനർജിയെ മൊട്ടയെറിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പാനന്തര വയലൻസ് എന്നത്, അതായത് അധികാരത്തിലിരുന്ന പാർട്ടിയുടെ ആ ഒരു വല്ലാത്ത വയലൻസ് എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. പശ്ചിമ ബംഗാളിൽ അത്തരത്തിലുള്ള വയലൻസ് കുറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ മട്ടിൽ ഈ രാഷ്ട്രീയ എതിരാളികളോട് പ്രതിരോധിക്കാനോ ഒക്കെ നിൽക്കുന്നതിനപ്പുറത്ത് അവരുടെ പാർട്ടി ഓഫീസുകൾ ആരെങ്കിലുമൊക്കെ കൈയേറിക്കോട്ടെ എന്നുള്ള മട്ടിൽ അവർ പതുക്കെ പിൻവാങ്ങുകയും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഋതബ്രത ബാനർജിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള നീക്കം.